അതുകൊണ്ട് ഈ നാറ്റം മാറണമെങ്കിലേ എന്തെങ്കിലും വലുതായിട്ട് ചെയ്ത് കാണിക്കണം, ആൾക്കാർ ഞെട്ടണം. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവം കൊലപാതകം. അത് മതി. അപ്പൊ ഈ കിടക്കനായിട്ട് എനിക്ക് ചെയ്യാല. നമസ്കാരം, രേണുസുതിയാണ്. ഞാൻ രാവിലെയാണ് ഒരു വാർത്ത അറിയുന്നത്. ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മയെ നമ്മളൊക്കെ വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. ഒരു സ്ത്രീയും 2ാം ഭർത്താവും ചേർന്ന് കൊന്നെന്നുള്ള വാർത്ത ഇവർക്കൊക്കെ എങ്ങനെ തോന്നുന്നു? ഇപ്പോഴും ആ ഷോക്ക് എനിക്ക് മാറിയിട്ടില്ല. ഇവർക്കൊക്കെ എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന? ആ കുഞ്ഞിന്റെ വീഡിയോ ഞാൻ രാവിലെ കണ്ട്. 2 കൈയും സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യില്ലേ? അവരുടെ 2 കൈ ഒടിഞ്ഞിട്ട് എന്ത് വേദന തിന്നായിരിക്കും ആ കുഞ്ഞ് മരിച്ചത്. നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ? ആ കുഞ്ഞിന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണേ എന്നൊരൊറ്റ പ്രാർത്ഥന ഉണ്ടാവും. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. പിന്നെ അതുപോലെ ഈ ക്രൂരകൃത്യ കൃത്യം ചെയ്ത അവൾക്കും അവനും ഈ എന്താ പറയാ ഏറ്റവും ശിക്ഷ തന്നെ വാങ്ങിക്കിട്ടട്ടെ. അതിനൊക്കെ അതിന്റെ സ്ഥലങ്ങളുണ്ട്, ആളുകളുണ്ട്, അത് അവര് നോക്കിക്കോളും. ഇതിനിടെ കൂടെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കണ്ട. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു ക്രൂരത ആർക്കും ആരോടും വരുത്താതിരിക്കട്ടെ. എനിക്ക് സത്യമായിട്ടും ദൈവസത്യമായിട്ടും എനിക്ക് സങ്കടമാണ്. നമുക്കറിയാലോ മധു, ഇവളുടെ ജാതകം കൊണ്ടെടുത്തേ. ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്. പോവാ എന്തൊക്കെയോ ഇതാണ്, ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വേറെ കണക്ഷൻ ഇല്ല. അച്ഛൻ മാത്രം എന്റെ റൂമിൽ വരും, എനിക്ക് ഫുഡ് തരും, പോവും. ചെറുതായിരുന്നപ്പോ എന്നോടൊപ്പം കഴിച്ച ഓർമ്മ എനിക്കില്ല. പിന്നെ മാർക്ക് ഷീറ്റ്സ് അയാൾ കണ്ടിട്ടില്ല. ഞാൻ സിഗരറ്റ് വിളി തുടങ്ങിയത് അയാൾ അറിഞ്ഞിട്ടേയില്ല. പിന്നെ താൻ എന്തിനാണ് വലിയ വർത്തമാനം പറഞ്ഞത്? ഈ എന്താ പറയാ ഏറ്റവും ശിക്ഷ തന്നെ വാങ്ങിക്കിട്ടട്ടെ. ദൈവത്തിന്റെ കോടതിയിൽ ഇവരെ എന്തായാലും വെറുതെ വിടത്തില്ല. ഈ കെയറിംഗ് ഒന്നും ഞാൻ ഗ്രൗണ്ടിൽ കണ്ടില്ലല്ലോ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. എനിക്ക് സത്യമായിട്ടും ദൈവസത്യമായിട്ടും എനിക്ക് സങ്കടമാണ്. ഇത്തരം ചില തൊട്ടി നമ്പറുകൾ വെച്ച് കൂടുതൽ അങ്ങോട്ട് പൊലിപ്പിക്കണ്ട. ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ. ഇനി അടുത്ത ആളെ കാണുമ്പോ കരയാട്ടാ. എന്തൊരനുസരണം. എന്റെ ദൗത്യം കഴിഞ്ഞു.